തൃശൂർ പൂരം പ്രതിസന്ധിയിൽ അന്തിമ തീരുമാനമായില്ല. എക്സിബിഷൻ തറവാടകയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് മന്ത്രിമാർ. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം കോടതിയിൽ അറിയിക്കുമെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും പറഞ്ഞു. തറവാടക സൗജന്യപ്രദമാക്കണമെന്ന് ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടക തർക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. പക്ഷേ അന്തിമ തീരുമാനം എടുക്കാനായില്ല. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെയും റവന്യൂ മന്ത്രി കെ രാജനെയും ആവശ്യങ്ങൾ അറിയിച്ചു. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കോടതിയിൽ അറിയിക്കാമെന്ന് മന്ത്രിമാർ പറഞ്ഞു. ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന ദേവസ്വം അംഗങ്ങൾ ഭൂമി സൗജന്യമായി വിട്ടുകിട്ടണമെന്ന് ആവർത്തിച്ചു. തറവാടകയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇത് പൊതുയോഗത്തിലും പല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് വന്നത്. പ്രത്യേകിച്ച് തുകയുടെ കാര്യത്തിലും അല്ലെങ്കിൽ സൗജന്യമായിട്ട് തരും അത്തരം കാര്യങ്ങളൊരു തീരുമാനമായിട്ടില്ല. അതാവാത്ത സ്ഥിതിക്ക് ഇത് അറിഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വർദ്ധിച്ച തുകയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ പഴയ സ്റ്റാൻഡിൽ നിന്ന് ഒരു അടുവണം വിട്ടുമാറാൻ തീരുമാനമില്ല. ഞങ്ങൾ കൈവശം വെച്ച് ഞങ്ങൾ നടത്തിയിരുന്ന പാർക്കിംഗ് ഏതാണ്ട് 30-40 ലക്ഷം രൂപയ്ക്ക് പുറത്തേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷന് യാതൊരു വാലിഡിറ്റി ഇപ്പം ഇല്ല. പൂരത്തെ തടസ്സപ്പെടുത്തുന്നതൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് മന്ത്രിമാർ മറുപടി നൽകി. ഏതു സാഹചര്യത്തിലും പൂരം ഗംഭീരമായി നടത്തും. എന്തായാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്നുള്ളതൊരു വലിയ വികാരമാണ്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു രീതിയിലുള്ള ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകില്ല. എന്തായാലും ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യും. അപ്പോൾ തൃശ്ശൂർ പൂരം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കും, ഒരു സംശയമില്ല. എക്സിബിഷനായി ഭൂമി സൗജന്യമായി വിട്ടുനൽകണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടതായി TN പ്രതാപൻ MP പറഞ്ഞു. ഹൈക്കോടതി 4-ന് കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനം. ന്യൂസ്